എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയ്ക്കും കൊടുങ്ങല്ലൂരിനും ഇടയിലുള്ള മുനമ്പം ബീച്ച്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വിശാലമായ നടപ്പാത. ഇത് തന്നെയാണ് ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വൈകുന്നേരം സമയങ്ങളിൽ ഈ നടപ്പാതയിൽ നിന്ന് കടലിനെ വീക്ഷിക്കുക എന്നത് മനോഹരമായ ഒരനുഭവമാണ്. ഈ നടപ്പാതയിൽ നിന്നാൽ തൊട്ടടുത്തുള്ള മുനമ്പം ഹാർബറിലേക്ക് നീങ്ങുന്ന അനേകം ചെറു ബോട്ടുകൾ കാണാം. ബോട്ടിൻ്റെ വരവും കാത്ത് അതിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്ന അനേകം പക്ഷികളും ഉച്ചവെയിലിനെ പോലും വകവയ്ക്കാതെ ചൂണ്ടയുമായി മീൻപിടുത്തം ലക്ഷ്യമാക്കി വരുന്നവരും കായലോളങ്ങളിൽ വന്ന് കല്ലുകളിലടിയുന്ന ചെറിയ ഞണ്ടുകളെ പിടിക്കുവാൻ നടക്കുന്ന മനുഷ്യരുമെല്ലാം ഇവിടുത്തെ സ്ഥിരം കാഴ്ചകൾ തന്നെ. നടപ്പാതയ്ക്ക് ഇരുവശവും ചെറുതും വലുതുമായ അനേകം ഭക്ഷണശാലകളുണ്ട്. എന്നാൽ കനത്ത വെയിലിനെ തുടർന്ന് ബീച്ച് വൈകുന്നേരത്തോടു കൂടി മാത്രമേ സജീവമാകുകയുള്ളൂ എന്നതിനാൽ പകൽ സമയങ്ങളിൽ മിക്കവാറും കച്ചവട കേന്ദ്രങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാകും പതിവ്. എറണാകുളം ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് യോഗ്യമായ വിധത്തിൽ അനേകം ബീച്ചുകളുണ്ടെങ്കിലും കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്നതും ചെറായി ബീച്ചിലാണെന്ന് തന്നെ പറയാം. എങ്കിലും ചെറായി ബീച്ചിനോട് ചേർന്ന് വരുന്ന മറ്റനേകം ബീച്ചുകൾ അവിടെ കാണാമെങ്കിലും ഓരോ ബീച്ചിനും ഓരോ വ്യത്യസ്തതയാർന്ന മുഖമാണുള്ളതെന്ന് പറയേണ്ടി വരും. പണ്ട് ചെറായി ബീച്ചിൻ്റെ മുഖ്യ ആകർഷണം അതിൻ്റെ വിശാലമായ കടൽ തീരമായിരുന്നു. എന്നാൽ ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് വീശിയടിച്ച സുനാമി തിരമാലകളിൽ അതിൻ്റെ തീരം തിരമാലകൾ കവർന്നെടുക്കുകയും കടൽ കരയോട് അല്പം കൂടി ചേർന്ന് നിൽക്കുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്നെല്ലാം പൂർണ്ണമായും വ്യത്യസ്തമാണ് ഈ മുനമ്പം ബീച്ച്. ഇതിൻ്റെ വിശാലമായ കടൽ തീരവും എവിടെ നിന്നും കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിയുന്നതുമല്ല ഇങ്ങോട്ടേക്കുള്ള സന്ദർശകരുടെ തിരക്ക് ഇപ്പോൾ ദിനംതോറും വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടുകൂടിയാകണം വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യവും ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഏകദേശം 38 കിലോമീറ്ററും വടക്കൻ പറവൂരിൽ നിന്ന് 11 കിലോമീറ്ററും സഞ്ചരിച്ചാൽ മുനമ്പം ബീച്ചിലെത്താം. കൂടാതെ സംസ്ഥാനത്തെ വിവിധ തുറമുഖങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ മുനമ്പം ഫിഷിംഗ് ഹാർബറും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമാർന്ന പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ടയുമെല്ലാം ഇതിന് അടുത്തു തന്നെയാണ്. മറ്റു ബീച്ചുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ കടലും കായലും ചേരുന്ന ഭാഗങ്ങളിൽ അനേകം ചീനവലകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവയിൽ പലതിലും സമീപ പരിസരങ്ങളിലേക്കുള്ള വെളിച്ചത്തിൻ്റെ ആവശ്യങ്ങൾക്കായി നിരവധി സോളാർ പാനലുകളും ഘടിപ്പിച്ചിരിക്കുന്നു. വിശാലമായ മൺപരപ്പും കടലോരവും തന്നെയാണ് ഇവിടത്തെ എടുത്തു പറയേണ്ടതായ വലിയൊരു സവിശേഷത. വെയിലിൻ്റെ ശക്തി കുറയാൻ തുടങ്ങുന്നതോടെ പല ദിക്കുകളിൽ നിന്നായി സഞ്ചാരികൾ എത്തിത്തുടങ്ങും. അതോടെ അവിടെവിടെയായി പൂഴിമണലിൽ കുട്ടികൾക്ക് ഓടിക്കളിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ വാഹനങ്ങളും സ്പീഡ് ബോട്ടുകളുമെല്ലാം സാവധാനം കടൽക്കരയെ സജീവമാക്കും. ബീച്ചിന് ഒരറ്റത്തായി കുട്ടികൾക്ക് കളിക്കാനാവും വിധം ചെറിയ ഗ്രൗണ്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ എപ്പോഴും കാൽപന്ത് തട്ടുന്ന കുട്ടികളെ കാണാം. അതിന് സമീപത്തുകൂടെ കടന്നു പോകുന്ന നടപ്പാതകളും തൊട്ടടുത്തായി പിടിപ്പിച്ചിരിക്കുന്ന മുളങ്കാടുകളുമെല്ലാം വളരെ നല്ല ഒരനുഭവമാണ് നൽകുന്നത്. കനത്ത ചൂടിൽ ഇവിടെ കുറച്ചധികം മരങ്ങൾ അവിടെവിടെയായി ഉണങ്ങി നിൽക്കുന്നത് കാണാമെങ്കിലും കടലിൽ നിന്നുള്ള കാറ്റും കൂടാതെ തലയുയർത്തി നിൽക്കുന്ന ചില വൻമരങ്ങളുമെല്ലാം ചേർന്ന് വളരെ സുഖകരമായൊരു അന്തരീക്ഷം തന്നെയാണ് നമുക്കിവിടെ ആസ്വദിക്കാനാവുക. വിശാലമായ മണൽപ്പരപ്പും അതിന് ചുറ്റിക്കറങ്ങിപ്പോകുന്ന ചെറിയ കൈവഴികളും അകലേക്ക് വീശിയടിക്കുന്ന തിരമാലകളുടെ ശബ്ദവുമെല്ലാം ഈ കടൽ തീരത്തിൻ്റെ ആസ്വാദ്യത വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല
വലിയ ആൾക്കൂട്ട ബഹളങ്ങളൊന്നുമില്ലാതെ തന്നെ തികഞ്ഞ ശാന്തതയോടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പരിപൂർണ സംതൃപ്തി നൽകുന്ന ഒരിടം കൂടിയാണ് മുനമ്പം ബീച്ച്. സൂര്യൻ ചായാൻ തുടങ്ങുന്നതോടെ കടൽക്കരയിൽ തിരക്കേറി തുടങ്ങും. തിരമാലകളിലും മണ്ണിലുമെല്ലാം കളിക്കുന്ന കുട്ടികളെയും ബോട്ട് സവാരിക്കായി തയ്യാറെടുക്കുന്നവരെയുമെല്ലാം നമുക്കിവിടെ കാണാം. ബോട്ടുകളിലുള്ള സാഹസിക യാത്രകൾക്കാണ് ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. തെളിഞ്ഞ കാലാവസ്ഥയും ചെറിയൊരു ഫീസും നൽകിയാൽ ആർക്കും ബോട്ടിലൂടെയുള്ള സാഹസിക യാത്ര ആസ്വദിക്കാം. എന്തായാലും ഇവിടുത്തെ തിരമാലകളിൽ മുങ്ങിക്കുളിക്കുകയും കടലിലൂടെ ചെറിയ ബോട്ട് സവാരി നടത്താമെന്നതുമെല്ലാം തന്നെയാണ് ഈ കടൽക്കരയുടെ അനുഭവം മെച്ചപ്പെട്ടതാക്കുന്നതെന്ന് നിരവധി സഞ്ചാരികളും പറയുന്നു. വൈകുന്നേരമാകുന്നതോടെ കടലിന് ഒരു പ്രത്യേക ഭംഗി കൈവരുന്നതായി തോന്നും. കറുത്തു തുടങ്ങുന്ന ചീനവലകളും അതിനോട് ചേർന്ന മാടങ്ങളുമെല്ലാം ചില മനോഹരമായ പെയിൻറ്റിങ്ങുകൾ പോലെയാകും മുന്നിൽ തെളിഞ്ഞു വരിക. കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ വിശാലമായ പാതയിലിരുന്ന് സൂര്യാസ്തമയം കാണുക എന്നതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. എവിടെ ഇരുന്നു കൊണ്ടും അസ്തമയ ശോഭ ആസ്വദിക്കാൻ കഴിയും വിധമാണ് ഇതിൻ്റെ നടപ്പാതയുടെ നിർമ്മാണം. എന്തായാലും ആൾക്കൂട്ട ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ശാന്തതയുടെ തണൽ തേടി കടൽക്കരയിൽ അല്പനേരം സമയം ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ദീർഘനേരം കടൽ കാഴ്ചകൾ ഗംഭീരമായി അനുഭവിക്കുന്നതിനുമൊക്കെയായുള്ള മനോഹരമായ ഒരിടം തന്നെയാണ് മുനമ്പം ബീച്ച് എന്നതിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഇത് മുസിരിസ് ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗം കൂടിയാണ്.